Hello guys, let's go for some skincare. Skincare പറഞ്ഞിട്ട് ഇപ്പോൾ ഹെയർ കെയർ ആണ്. ഹെയർ കെയർ ആണല്ലോ. എങ്ങനെയായിരിക്കണം ഇൻട്രോ? ഓക്കെ, ഹായ് ഗൈസ്. ഐ തിങ്ക് പ്രപ്പോസ് ചെയ്യുന്നത് ഇതിനേക്കാൾ എളുപ്പമായിരിക്കില്ലേ? ഓക്കെ, ഹലോ ഗൈസ്, നമുക്കിന്ന് കുറച്ച് സ്കിൻ കെയർ ആയല്ലോ. അങ്ങനെയല്ല, അപ്പോൾ ഓക്കെ, കൂന്തൽ സെറ്റ്. ഗൈസ്, ഡോണ്ട് ആസ്ക് മീ ഫോർ ദ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് ആൻഡ് ഓൾ, ബിക്കോസ് ഞാനിങ്ങനെ പ്രോഡക്ട്സിൻ്റെ എക്സ്പയറി മാത്രമേ നോക്കാറുള്ളൂ. എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ അങ്ങനെയൊന്നും എനിക്കറിയില്ല, ബിക്കോസ് ഞാൻ ഈ സ്കിൻ കെയർ ഒന്നും ഡെയിലി ചെയ്യുന്ന ആളല്ല. ഓക്കെ, വേറെ സംഭവം കുറച്ച് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി വെച്ചതാ. നല്ലതായിരിക്കും, പക്ഷെ ഭയങ്കര സ്മെല്ല്. ഇത് വേണം, ഇതാ വേസ്റ്റ് ആക്കണ്ട. അപ്പോൾ ഇത് ഡ്രൈ ആയിട്ടിരിക്കുകയാണ് ഗൈസ്. സോ നമുക്കിത് വൈറ്റ് ആക്കാം. ഓക്കെ, സോറി, ക്യാമറ നോക്കി സംസാരിക്കാനുള്ള ആ ഒരു, ഞാനിപ്പോൾ എന്നെ നോക്കിയാണ് സംസാരിക്കുന്നത്. ക്യാമറ നോക്കി സംസാരിക്കാൻ എനിക്ക് അറിയില്ല. ആക്ച്വലി അറിയില്ലാത്തതെന്ന് പറയുന്നത് മറന്നു വന്നതുകൊണ്ടാണ്. സോറി കേട്ടോ, ക്ഷമിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ഷമിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്കിതൊന്ന് വെറ്റാക്കിയിട്ട് വരാം. വെറ്റാക്കുക എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ജസ്റ്റ് ഈ പാത്രത്തിൽ ആ സാധനത്തിനകത്ത് വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിങ്ങനെ നമ്മൾ ബാക്കിയുള്ള സംഭവങ്ങൾ ചെയ്യുമ്പോഴേക്കും മറ്റേ ഇത് വെള്ളം കുതിർന്ന് ആ സംഭവം വരല്ലോ. ഓക്കെ, ആരും ചെയ്യാത്ത അല്ലെങ്കിൽ ആർക്കും അറിയാത്തൊരു കാര്യമാണിത്, ഫേസ് വാഷ്. നമുക്ക് ഇനി ഫേസ് വാഷ് ഉപയോഗിക്കാം. ഓക്കെ, എങ്ങനെ ഫേസ് വാഷ് ഉപയോഗിക്കണമെന്ന് എങ്ങനെ ഫേസ് വാഷ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇച്ചിരി ഫേസ് വാഷ് എടുക്കുക. ഇച്ചിരി ഫേസ് വാഷ് എടുക്കുക, മുഖം നനയ്ക്കണം. ഇങ്ങനെ നിങ്ങൾ വിചാരിച്ചാണ് ഞാനിപ്പോൾ ഫേസ് വാഷ് ചെയ്തു എന്ന്. ഐ ജസ്റ്റ് വാഷ് മൈ ഫേസ് വിത്തൗട്ട് ദാറ്റ് സോപ്പ്. ആ സംഭവം ഇല്ലാണ്ട് വെള്ളം മാത്രമായിട്ട് ഞാൻ ജസ്റ്റ് വാഷ് ചെയ്തല്ലോ. അല്ലാണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഞാനിങ്ങനെയൊക്കെ വല്ലപ്പോഴൊക്കെ ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ആമ്പിളരെക്കാളും കഷ്ടമായിട്ടാണ് ഞാൻ എൻ്റെ സ്കിന്നൊക്കെ കെയർ ചെയ്യുന്നത്. ആക്ച്വലി എന്നെ അറിയാവുന്നവർക്കറിയാം, ഞാനിങ്ങനെ സ്കിന്നൊന്നും കെയർ ചെയ്യാൻ പോകാറില്ല. ഓക്കെ, അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ എൻ്റെ ഫേസിൽ കാണാറുണ്ട്. ഫേസിൽ മാത്രമല്ല, നാട്ടുകാരും പറയാറുണ്ട്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും, എന്തായിരിക്കും നാട്ടുകാർ പറയുന്നത്. വേറൊന്നുമില്ല, ഇങ്ങനെ മുഖത്ത് ഒന്നും ചെയ്യാണ്ടൊക്കെ നടക്കുമ്പോൾ ഇതിനെക്കുറിച്ച് യാതൊരു നോളജും ഇല്ലാണ്ടാവും നമുക്ക് നാച്ചുറലി. സോ ഇതുപോലെ ഔട്ട്സൈഡ് മേക്കപ്പ് ഒക്കെ ചെയ്യാനായിട്ട് സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ട് വിത്തൗട്ട് എനിവൺസ് ഹെൽപ്പ് സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്തിട്ട് പോകുമ്പോൾ ഇച്ചിരി മേക്കപ്പ് ചെയ്യുന്ന പ്രോ ആയിട്ടുള്ള ആൾക്കാർക്ക്, ഞാൻ കുത്തി പറയുന്നല്ല, പ്രോ ആയിട്ടുള്ള ആൾക്കാർക്ക് തോന്നും നമ്മളെന്തോ എങ്ങനെ ആൺപിള്ളേർ അല്ലെങ്കിൽ ആൺകുട്ടികൾ പെൺവേഷം കെട്ടിയ മാതിരി അങ്ങനൊരു ടോക്ക് വരാൻ ചാൻസ് ഉണ്ടാകാറുണ്ടായിരിക്കാം. ഉണ്ടാവായിട്ടില്ലേ? അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ഫേസ് കെയർ ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ ജസ്റ്റ് ഷോ കാണിക്കുന്നതാണ്, ബിക്കോസ് ഒരു വീഡിയോ എടുക്കുന്നതോ. അപ്പോൾ ഞങ്ങൾക്ക് അത് അങ്ങനെ വീഡിയോ എടുക്കുന്ന രീതിക്കെങ്കിലും ഞാൻ എൻ്റെ സ്കിന്നിനെ ഇതൊന്ന് കെയർ ചെയ്യാമെന്ന് ദാറ്റ്സ് വൈ. അല്ലാണ്ട് ഇത് ഡെയിലി ഞാൻ ചെയ്യാൻ പോകുന്നൊന്നുമില്ല. മേ ബി സീരിയസ്ലി പറയുകയാണെങ്കിൽ ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഇനി എന്തെങ്കിലും ചെറിയ ചേഞ്ചസ് ഒക്കെ വരാൻ ചാൻസ് കാണുമായിരിക്കാം. ഡെയിലി ചെയ്യുന്നതിനൊരു പ്രശ്നമൊന്നുമില്ല, ബട്ട് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മടിയാണ്. മടി വന്നു കഴിഞ്ഞാൽ ആ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യൂറേ ഉണ്ടാകില്ല, പ്രത്യേകിച്ച് എന്നെപ്പോലുള്ള ആൾക്കാർക്ക്. സോറി ഗൈസ്. ഓ, പിന്നെ ട്രൈ ആയി. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ അസുഖമല്ലേ, അതെനിക്ക് വന്നു തുടങ്ങി. ഞാനിപ്പോൾ തിങ്ക് ചെയ്യുന്നത് ഇനി ബാക്കി നാളെ ആയാലോ എന്നാ ചെയ്യാൻ ഇങ്ങനെ മടിയായോ? ഗോഡ്,
ഇങ്ങനെ മടിയായാൽ നേരത്തെ പറഞ്ഞതുപോലെ പലതും കേൾക്കേണ്ടി വരും. കേട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ്. ഓക്കെ, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, അവരെ മാറ്റാനും പറ്റില്ല, നമ്മളായിട്ട് മാറാനും പോകുന്നില്ല. ഞാൻ എൻ്റെ കാര്യമാണ്, ഞാനായിട്ട് മാറാനും പോകുന്നില്ല. പറയുന്നവർ പറയട്ടെ, അവരുടെ വായിൽ ഇങ്ങനെ ചെന്നിയുള്ള ഈ സാധനം കിടക്കുന്നത് കൊണ്ടാണല്ലോ അവർ പറയുന്നത്. നമുക്കുമുണ്ട്. സോ നമുക്കും പറയേണ്ട സമയത്ത് പറയേണ്ട കാര്യങ്ങൾ പറയാമോ? പറയുന്നത് പോലെ പറയാം. എൻ്റെ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരട്ടെ. It's done. Face washed. എൻ്റെ ഫേസ് ഇപ്പോൾ വാഷ് ചെയ്തതാണ്. നമ്മൾ കണ്ടത് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ ഗൈസ്? എനിക്കൊന്നും തോന്നിയിട്ടില്ല. മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ കമന്റ് ഡൗൺ. ഓക്കെ, നമ്മൾ ഫേസ് വാഷ് കഴിഞ്ഞു. നെക്സ്റ്റ് വി ആർ ഗോയിങ് ഫോർ ഓർഡർ ഒന്നും എനിക്കറിയില്ല, സ്ക്രബ്. ഓക്കെ ഗൈസ്, എന്ത് ലീന റോസ് കോസ്മെറ്റിക് ഫേസ് ആൻഡ് ബോഡി സ്ക്രബ്. എന്തോ ഇങ്ങനൊരു സാധനമാണ് ഞാൻ ഇടാക്കുന്നത്. ലെറ്റ് മീ ചെക്ക് ദ എക്സ്പയറി ഡേറ്റ്സ് ബിക്കോസ് ഞാനിതെന്നും സേഫ്. ഞാനുണ്ട് തീരാനായി കേട്ടോ, അതെ ഇത്രയേ ഉള്ളൂ. ഇപ്പോഴത്തെ അവസാനത്തെ തൊണ്ടലായിരിക്കണം. നമ്മളങ്ങനെ കലാപരിപാടിയിലേക്ക് ഇച്ചിരി വെള്ളം നനച്ചിട്ടാണ് തേക്കുന്നത്. നിങ്ങൾ ഇനി അങ്ങനെ ആയിരിക്കും തേക്കുന്നത്, എനിക്കാണെന്ന് അറിയത്തില്ല. ആക്ച്വലി നിങ്ങൾക്കൊരു സംഭവം അറിയോ, ഒരു കുട്ടി സ്റ്റോറിയാണ്. എൻ്റെ ഫേസിൽ ആവശ്യത്തിലധികം പിമ്പിൾസ് ഉണ്ട്. അതിപ്പോഴുണ്ട്, ബട്ട് നേരത്തെ ഉണ്ടായിരുന്നു. ഓക്കെ, സോറി പാസ്റ്റ്. ഓക്കെ, നേരത്തെ ഉണ്ടായിരുന്നു. ആ പിമ്പിൾസ് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ആക്ച്വലി ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ടതായിരുന്നു. പുള്ളിക്കാരി ബ്ലഡ് ടെസ്റ്റ് പറഞ്ഞു. ഞാൻ കരുതി ഒന്നും ചെയ്യാതെ ഡയറക്റ്റായിട്ട് നമുക്ക് ഈ പിമ്പിൾസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ക്രീം തന്നു കഴിഞ്ഞാൽ അതിന് മടി. അതുകൊണ്ട് തന്നു കഴിഞ്ഞാൽ അത് എളുപ്പമായിരിക്കും വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഓക്കെ ബ്ലഡ് ടെസ്റ്റ് പറഞ്ഞു. ഇനി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എല്ലാം ഓക്കെ ആണെന്ന് അറിഞ്ഞ് പിന്നെ മെഡിസിൻ മേടിച്ച് ചെറിയ ഹാർട്ട്. സോ ഞാൻ എന്ത് ചെയ്തു, ഐ വെന്റ് ടു ദ ഫാർമസി ആൻഡ് ദാറ്റ്സ് ദ വണ്ടർഫുൾ. അയാളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അവിടുത്തെ ഫാർമസിസ്റ്റിനോട് ചോദിച്ചു എൻ്റെ മുഖത്തിന് പറ്റിയ പിമ്പിൾസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ക്രീം ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെ ഓയിൻമെൻറ്റ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സോ പുള്ളിക്കാരൻ എനിക്ക് റെക്കമെൻഡ് ചെയ്തു അക്രിറ്റിൻ ഓയിൻമെൻറ്റ്സ്. ഇത് ഇടേണ്ട പോലെ ഇട്ടാൽ മേ ബി നല്ലതായിരിക്കാം. ഞാൻ ഇടേണ്ട പോലെ ഇട്ടുക. സോ എൻ്റെ ഫേസ് ആക്ച്വലി ഫേസ് ഫുൾ പിമ്പിൾസ് ആയിരുന്നു. സോ ഒന്ന് രണ്ട് സ്ഥലത്ത് മാത്രം ഇട്ടത് കൊണ്ട് എനിക്ക് യൂസ് ഒന്നുമില്ല. കുറേ ഫേസ് ഫുള്ള് പിമ്പിൾസ് ആയതുകൊണ്ട് ഫേസ് ഫുൾ ക്രീം ഇടേണ്ടി വന്നു എനിക്ക്. സോ അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് എൻ്റെ ഫേസ് ഫുള്ള് ബേൺ ആയി. നേരത്തെ ഉള്ളതിനേക്കാളും ഡാർക്കായി എൻ്റെ ഷെയ്ഡ്, അതിൻ്റെ കളർ ഫുള്ള് ബേൺ ആയി. നല്ല രീതിക്ക് ബേൺ ആയ മാതിരിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അറിയാമല്ലോ ബാക്കിയുള്ളവർ ഈ ഓക്കെ ബേൺ ആയതുപോലെ സഹിക്കാം. ഇങ്ങനെ എല്ലാവരും എന്ത് പറ്റി ഫേസിന് എന്താ ഞാൻ നേരത്തെ ഭയങ്കര വെളുത്തങ്ങോട്ട് പാറി നിന്ന മാതിരിയായിരുന്നു എല്ലാവരും ചോദിച്ചിരുന്നത്. ഇതെന്താ നീ ബ്ലാക്ക് ആയി പോയിരുന്നു? വാട്ട് ദ ഹെക്ക്, ഓൾറെഡി ബ്ലാക്ക്, അതിനിടയ്ക്ക് ഒരു ക്രീം തേച്ചിട്ട് കൂടെ ഒന്ന് കഴിഞ്ഞു. അതിനിപ്പോൾ എല്ലാവരും അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന മെൻ്റൽ പ്രഷർ, നമ്മുടെ സ്ട്രെസ്. ഓ മൈ ഗോഡ്, ഐ നോ അത് ക്യൂർ ആകുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ അത്ര മൈൻഡ് കൊടുക്കാൻ പോയില്ല. ബട്ട് ഇങ്ങനെ ആൾക്കാർ ചോദിക്കുമ്പോൾ ആ ഒരു സംഭവം നമുക്ക് താങ്ങാൻ പറ്റരുത്. അത് മാത്രം വെച്ച് കഴിഞ്ഞാൽ പിന്നെല്ലാം ഓക്കെ ആയിരിക്കും. ദെൻ അത് ഫുള്ളി റിക്കവർ ആയി എന്ന് ഞാൻ പറയുന്നില്ല, ബിക്കോസ് ഇപ്പോഴും എൻ്റെ ഫോർഹെഡിൽ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. മേ ബി ഐ തിങ്ക് എൻ്റെ റീൽസ് ഇൻസ്റ്റാ റീൽസിലൊക്കെ ചില വീഡിയോസിൽ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഈ നെറ്റിൻ്റെ ഈ ഭാഗത്ത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, ഇങ്ങനെ നല്ല രീതിക്ക് ഡാർക്കായിട്ടിരിക്കുന്നത്. അത് ഞാൻ റീൽസിന് വേണ്ടിയിട്ട് കാര്യം എന്താ വെച്ചാൽ സ്വന്തമായിട്ട് കരിഞ്ഞു പോയത് ആ ഭാഗം മാത്രം. സോ മിക്കവാറും ഈ വീഡിയോയുടെ ലെങ്ത് കൂടാൻ ചാൻസ് ഉണ്ട്. കൂടിയാലും നിങ്ങൾ ഫുൾ എന്ന് കാണണമെന്നൊന്നും ഞാൻ പറയില്ല. ഇത് മേ ബി എനിക്ക് പിന്നീട് ഒരു ദിവസം കണ്ട് ഞാൻ തന്നെ ചിരിക്കും. കണ്ടില്ലേ മൈമിൽ ഇടുന്ന മാതിരി ഇട്ട് ഇങ്ങനെയാണ് സ്ക്രബ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ ഇടാറ്. നിങ്ങൾക്ക് എന്താ തോന്നി, നിങ്ങൾ ഇങ്ങനെ ഇടാറ്? പേര് കാണണ്ട, ട്രോളി കൊല്ലു തന്നെ പ്രത്യേകിച്ചുണ്ടായി. ഓക്കെ ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ മടി എന്നെ വീണ്ടും തലയ്ക്ക് പിടിക്കുന്നുണ്ട്. ഓക്കെ, സോ ഐ എം സ്റ്റോപ്പിംഗ് മൈ സ്കിൻ കെയർ. ഓ ഐ ക്യാൻ അൺകംപ്ലീറ്റഡ് വൺ. സ്കിൻ കെയർ ആയോ? ബട്ട് എന്താ അറിയില്ല, എൻ്റെ കൈ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ഫിംഗേഴ്സ് ഫുള്ള് ഓറഞ്ച് കളർ. ഐ തിങ്ക് എൻ്റെ ഫേസ് സ്ക്രബിൻ്റെ കളറായി. ഹൗ മൈ ഗാഡ്,
subscribe and click on the bell button. Thank you.